അപ്പോൾ ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് മുന്നിൽ കുറേയേറെ കുട്ടികൾ ചോദിച്ചൊരു ഡൗട്ടിൻ്റെ ക്ലിയറൻസിന് വേണ്ടിയാണ്. അതും എനിക്ക് തോന്നുന്നു കുറേയേറെ കുട്ടികൾ എക്സാം സെൻറ്ററിൽ പോയിട്ട് എഴുതുന്നുണ്ട്. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് കുറച്ചേറെ ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് ഏതാണ് അതിനകത്തെ മെയിനായിട്ട് പറയുന്ന രണ്ട് സെൻറ്റൻസുകളെ കുറിച്ചുള്ള ഒരു 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 വേരിയേഷൻ, അത് തമ്മിലുള്ളൊരു വ്യത്യാസത്തെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഐ അഡ്വൈസ്ഡ് മൈ ഫ്രണ്ട് ടു അപ്ലൈ ഫോർ ദ ജോബും അതേപോലെ തന്നെ ഐ വൂസ് അഡ്വൈസ് ടു അപ്ലൈ ഫോർ ദ ജോബ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾ നോക്കിയേ, രണ്ട് സെൻറ്റൻസ് ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരൊറ്റ വേർഡാണ് ആ ഡിഫറൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് അല്ലേ. ഒന്ന് ഐ അഡ്വൈസ്ഡും അതിൽ വൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു വേർഡ് അഡീഷണൽ ആയിട്ട് നമ്മൾ ആഡ് ചെയ്തിരിക്കുക. അപ്പോൾ എന്താണ് വ്യത്യാസമെന്ന് മിക്ക കുട്ടികൾക്കൊന്നും മനസ്സിലാകുന്നില്ല. വളരെ സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. ഒന്ന് ആക്റ്റീവ് വോയിസ് ആണ്, ഒന്ന് പാസീവ് വോയിസ് ആണ്. അപ്പം പലരും ചോദിക്കും, സർ ഈ ആക്റ്റീവ് വോയിസ് എന്താ, പാസീവ് വോയിസ് എന്താണെന്നല്ലേ. അപ്പോൾ ശരിക്കും ഇത്രയേ ഉള്ളൂ. ഐ അഡ്വൈസ്ഡ് എന്ന് പറയുമ്പം ഞാനാണ് അഡ്വൈസ് ചെയ്തത്. ഒന്ന് ഓർക്കുക, ഐ അഡ്വൈസ്ഡ് എന്ന് പറയുമ്പം ഞാനാണ് അഡ്വൈസ് ചെയ്തത്. കാരണം അവിടെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന വ്യക്തി ഞാനാണ്. ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ ബി സെൻറ്റൻസ് നോക്കുകയാണെങ്കിൽ ഐ വാസ് അഡ്വൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്നെയാണ് അഡ്വൈസ് ചെയ്തത്. അപ്പം മറ്റൊരാളാണ് അത് ചെയ്തിരിക്കുന്നത്. ഓർക്കണം, ഫസ്റ്റ് വണ്ണിൻ്റെ അകത്ത് ഞാൻ അഡ്വൈസ് ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ബി എന്ന സെൻറ്റൻസിൽ എന്നെ അഡ്വൈസ് ചെയ്തു എന്നാണ്. അപ്പോൾ അത് മറ്റൊരാളാണ്. ഞാനിവിടെ പാസീവായിട്ട് നിൽക്കുക. അപ്പോൾ നിങ്ങൾ മേ ബി പല സ്കൂളുകളിൽ നിന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ മനസ്സിലാക്കി. കാരണം ഫസ്റ്റ് സെൻറ്റൻസ് ആക്റ്റീവ് എന്ന് കേൾക്കുമ്പോൾ സാർ ഇവിടെ ആക്റ്റീവ് ആരാ, ആക്റ്റീവ് വോയിസ് എന്ന് പറയുമ്പോൾ എന്താ, പലർക്കും അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ അവരോട് കൃത്യമായിട്ട് ഒരു എക്സ്പ്ലനേഷൻ തരികയാണെങ്കിൽ ആക്റ്റീവ് വോയിസ് എന്ന് പറയുമ്പോൾ ആരാണോ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് അദ്ദേഹത്തിനെ വെച്ച് നമുക്ക് സെൻറ്റൻസ് മേക്ക് ചെയ്യുവാണെങ്കിൽ വളരെ ഈസി ആയിരിക്കും. ബി എന്ന് പറയുമ്പോൾ പാസീവാണ്, അപ്പം ഞാനിവിടെ പാസീവായിട്ട് മാറുന്നു. സെൻറ്റൻസിൽ സബ്ജക്റ്റിൽ വേരിയേഷൻസ് ഇല്ല, ഒരു വോയിസ് ആണ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ക്ലിയർ ആക്കാം. ഐ അഡ്വൈസ്ഡ് എന്ന് പറയുമ്പോൾ ഞാൻ ഫ്രണ്ടിനെ ഞാൻ അഡ്വൈസ് ചെയ്തു എന്നും ഐ വൂസ് അഡ്വൈസ് ടു അപ്ലൈ ഫോർ ദ ജോബ് എന്ന് പറഞ്ഞാൽ എന്നെ അഡ്വൈസ് ചെയ്തു എന്നുള്ള രണ്ട് മീനിങ്ങിൻ്റെ വ്യത്യാസമാണ് ഈ ഒരു എയും ബിയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഇതേപോലുള്ള ചെറിയ ചെറിയ ടിപ്പുകൾ, ചെറിയ ചെറിയ വേരിയേഷൻസ് ആണ് നിങ്ങൾക്ക് ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങളുടെ സെൻറ്റൻസ് നിങ്ങൾക്ക് തന്നെ കറക്റ്റ് ചെയ്യാൻ, അല്ലെ നിങ്ങളുടെ ഇതുപോലുള്ള സെൻറ്റൻസ് മറ്റുള്ളവരോ അല്ലെങ്കിൽ ട്രെയിനേഴ്സ് ഒരുപാട് വെട്ടുന്നുണ്ട്. പലരും പറയുന്നത് ഏറ്റവും വലിയ പ്രശ്നം, സർ ഞാൻ എഴുതിയ സെൻറ്റൻസിൽ പല കുട്ടികളും അല്ലെങ്കിൽ ഞാൻ ഒരുപാട് സെൻറ്റൻസ് എഴുതി സർ, ബട്ട് പലതിനും എന്താ പറയുക, ചോരക്കളവായിട്ടാണ് എൻ്റെ ലെറ്റർ അല്ലെ എൻ്റെ എസ്സേ മാറിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാറുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ ഒരു ചെറിയ വേരിയേഷൻസ് ആണ് ഇംഗ്ലീഷിലുള്ളത്. ഇതേപോലുള്ള ചെറിയ ടിപ്പുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ സെൻറ്റൻസിനെ അല്ലെങ്കിൽ ആർക്കും വെട്ടാനോ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതേപോലുള്ള ടിപ്പുകളായിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ടിജൂസ് അക്കാഡമി ജോയിൻ ചെയ്യുക, ഉറപ്പാണ് വിജയം.